സ്റ്റേജുകളുടെ ഓർഡർ ചോദിക്കാം, സ്റ്റേജുകളുടെ ഏജ് ചോദിക്കാം. ഇതെല്ലാം ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി പ്രാക് മനോവ്യാപാര ഘട്ടം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. എൻ്റെ ആൻസർ എന്തായാലും അത് 4 ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ശരിയായിട്ടുണ്ടോ അതോ നിങ്ങളുടെ ഓർമ്മയിൽ ഇത് വന്നില്ലേ എന്നൊക്കെ നിങ്ങൾ സ്വയം വിലയിരുത്തുക. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. ആ ഡീറ്റെയിൽ ആയിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒന്ന് വായിച്ച് റെഫറൻസിന് എടുക്കാവുന്ന രീതിയിൽ ചില പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് അവിടെ കൊടുത്തിരിക്കുകയാണ്. ഇന്ദ്രിയ ചാലക ഘട്ടം, ഇന്ദ്രിയാനുഭവങ്ങളിലൂടെ, സെൻസ് ഓർഗനിലൂടെ, സ്വന്തം ചെയ്തികളിലൂടെയും കുട്ടികൾ ലോകത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് കൺസർവേഷൻ. പല രീതിയിലുണ്ട്. പിന്നെ കൺസർവേഷൻ ഓഫ് മാസ് പറയാം. എന്താ, കളിമണ്ണ് ഉണ്ടായി വെച്ചാലും വലിച്ചു നീട്ടിയാലും അളവിന് വ്യത്യാസം ഉണ്ടാവുന്നില്ല. അതാണ് പിണ്ഡസ്ഥിരത, കൺസർവേഷൻ ഓഫ് മാസ്. അപ്പൊ ഈ രീതിയിൽ ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ ഒന്നിൽ കൂടുതൽ തരങ്ങളെക്കുറിച്ച് ഒരേ സമയം ആലോചിക്കാറാവണം എന്നുള്ളതാണ്. ഹായ്, നമസ്കാരം. എൻട്രിയുടെ കേറ്ററ്റ് പ്രീമിയർ ലീഗിൻ്റെ സീസൺ 2 എല്ലാവർക്കും സ്വാഗതം. അവിടെ നമ്മൾ കേറ്ററ്റ് പ്രീമിയർ ലീഗിൻ്റെ ഭാഗമായിട്ട്, KPL-ൻ്റെ ഭാഗമായിട്ട് ഫ്രീ എക്സാം സീരീസ് എൻട്രി കണ്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഞാനൊരു ഒരു ക്ലാസ് എടുക്കാൻ പോവാണ്. ആ ടോപ്പിക്കിൽ പിയാഷയുടെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഇത് വെറുതെ ക്ലാസ് കേട്ടിട്ട് പോയാൽ പോരാ, മറിച്ച് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ ആയിട്ട് ഇതിൻ്റെ എക്സാമിൻ്റെ ലിങ്ക് ഉണ്ടാവും. ആ എക്സാം ലിങ്കിൽ കയറി നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇനി ഏതൊക്കെ മേഖലയാണ് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ നോളജ് ലെവൽ ഇപ്പോൾ എത്രയാണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾ എപ്പോഴും ആവർത്തിച്ച് പറയാറുള്ളതാണ്, വെറുതെ വീഡിയോ ക്ലാസ്സുകൾ കേട്ടാൽ പോരാ, പ്രാക്ടീസ് ചെയ്യണം. അതിനുള്ള അവസരമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഫ്രീ എക്സാം സീരീസ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് പിയാഷയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കേറ്ററ്റ് സൈക്കോളജിയുടെ ഭാഗമായിട്ട് ആദ്യം ഒരു 2 മോഡൽ ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരാം. പിയാഷയുടെ അഭിപ്രായത്തിൽ വൈജ്ഞാനിക വികസനത്തിന് എത്ര ഘട്ടങ്ങളുണ്ട്? അപ്പോൾ പിയാഷയുടെ ഡെവലപ്മെന്റൽ സ്റ്റേജസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എത്ര ഘട്ടങ്ങളുണ്ട് നിങ്ങൾക്കറിയാമോ? അറിയാമെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എൻ്റെ ആൻസർ എന്തായാലും അത് 4 ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ശരിയായിട്ടുണ്ടോ അതോ നിങ്ങളുടെ ഓർമ്മയിൽ ഇത് വന്നില്ലേ എന്നൊക്കെ നിങ്ങൾ സ്വയം വിലയിരുത്തുക. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. 4 ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളുടെ പേരുകൾ നമ്മൾ അറിയണം അല്ലേ. ഒബ്ജക്ട് പെർമനൻസ് അഥവാ വസ്തുസ്ഥൈര്യം, ഒബ്ജക്ട് പെർമനൻസ് അഥവാ വസ്തുസ്ഥൈര്യം എന്ന് മലയാളത്തിൽ പറയും. ഏത് ഘട്ടത്തിന്റെ സവിശേഷതയാണ്? ഇന്ദ്രിയ ചാലക ഘട്ടം, സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രാഗ് മനോവ്യാപാര ഘട്ടം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, മൂർത്ത മനോവ്യാപാര ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഔപചാരിക മനോവ്യാപാര ഘട്ടം, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇങ്ങനെ 4 ഘട്ടങ്ങളുണ്ട്. അവിടെ ഏത് ഘട്ടത്തിന്റെ സവിശേഷതയാണ് ഒബ്ജക്ട് പെർമനൻസ്? എന്താണ് ഒബ്ജക്ട് പെർമനൻസ് അറിയണം. നമുക്ക് നോക്കാം. ഇവിടുത്തെ ആൻസർ സെൻസറി മോട്ടോർ സ്റ്റേജ്, ഇന്ദ്രിയ ചാലക ഘട്ടം എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും പിയാഷയുടെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിൽ ഓരോ സ്റ്റേജസിലും ഓരോ പ്രത്യേകതകളൊക്കെ പഠിക്കാനുണ്ട്. ഓരോന്നല്ല, ഒന്നിൽ കൂടുതൽ പ്രത്യേകതകൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് ഏത് സ്റ്റേജിലെ പ്രത്യേകതയാണ് എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതേക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിന് ശേഷം ആ ക്വസ്റ്റ്യൻസിൻ്റെ ലിങ്ക് എടുത്ത് അതിൽ പ്രാക്ടീസ് ചെയ്യാൻ മറക്കരുത്. അതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് എന്നുള്ളതുകൊണ്ടാണ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. സോ KPL-ൻ്റെ ആ ഒരു ടോപ്പിക്ക് നമ്മൾ മൂവ് ചെയ്യാൻ പോവാണ്. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് പിയാഷയുടെ വൈജ്ഞാനിക വികസന ഘട്ടത്തിൽ പെടാത്തത്? മറ്റൊരു ചോദ്യമാണ് കേട്ടോ. ഇന്ദ്രിയ ചാലകഘട്ടം, പ്രാക് മനോവ്യാപാര ഘട്ടം, മൂർത്ത മനോവ്യാപാര ഘട്ടം, ബിംബന ഘട്ടം. ഈ ബിംബന ഘട്ടം എന്ന് പറയുന്നത് സിംബോളിക് സ്റ്റേജ്, അത് അദ്ദേഹത്തിന്റെ സ്റ്റേജ് അല്ല, അത് ബ്രൂണറുടെ ഘട്ടത്തിൽ പെടുന്നതാണെന്ന് മനസ്സിലാക്കുക. അവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഓപ്ഷനായിട്ട് അവിടെ വരുന്നതെന്ന് മനസ്സിലാക്കുക. ഒരു 3 ക്വസ്റ്റ്യൻ ഞങ്ങളെ ആദ്യം കാണിച്ചു. ഇനി നമ്മൾ പിയാഷയുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങൾ, കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് നമ്മൾ പറയാൻ പോവാണ്. അപ്പൊ പിയാഷയുടെ അഭിപ്രായത്തിൽ മനുഷ്യനിൽ ഡെവലപ്മെന്റ് എങ്ങനെ സംഭവിക്കുന്നത്? വ്യക്തിയും പരിസ്ഥിതിയും എൻവയോൺമെന്റും തമ്മിലുള്ള ഇന്ററാക്ഷനിലൂടെ, വർത്തന വ്യതിയാനങ്ങളിലൂടെ, വർത്തന പ്രതിവർത്തനങ്ങളിലൂടെ, കൊടുക്കൽ വാങ്ങലുകളിലൂടെ സംഭവിക്കുകയാണ്. ചുറ്റുപാടുകളിൽ നിന്ന് മനുഷ്യൻ അറിവ് സമ്പാദിച്ചെടുക്കുകയാണെന്നാണ് പിയാഷയുടെ വൈജ്ഞാനിക വികസനത്തിൽ അദ്ദേഹം പറയുന്നത്. പിയാഷയുടെ വൈജ്ഞാനിക വികസനത്തെ വ്യക്തമായ 4 ഘട്ടങ്ങളായിട്ട് അദ്ദേഹം തിരിക്കുന്നുണ്ട്. ആ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? സെൻസറി മോട്ടോർ സ്റ്റേജ്, ഇന്ദ്രിയ ചാലക ഘട്ടം, മലയാളം ഇംഗ്ലീഷും പറയുന്നുണ്ട്. പ്രാക് മനോവ്യാപാര ഘട്ടം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിന്റെ മലയാളം. ഇത് നമ്മൾ K1 K2 ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. K3 അല്ലാതെ നിങ്ങൾക്ക് സെപ്പറേറ്റ് കിട്ടിക്കോളും. കേറ്ററ്റ് 1-നും കേറ്ററ്റ് 2-നും അതേപോലെ തന്നെ കേറ്ററ്റ് 4-നും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. മലയാളത്തിലും ഇംഗ്ലീഷിലും കണ്ടന്റ് പറഞ്ഞാണ് പോകുന്നത്. പ്രാക് മനോവ്യാപാര ഘട്ടം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, മൂർത്ത മനോവ്യാപാര ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഔപചാരിക മനോവ്യാപാര ഘട്ടം, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പം 4 സ്റ്റേജസിന്റെ പേരുകൾ ഏതുറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും പറയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ഇനി ഓരോ ഘട്ടത്തിന്റെയും പ്രത്യേകതകളുണ്ട്. ഓരോ ഘട്ടത്തിന് എന്തെല്ലാം പ്രത്യേകതകളാണെന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആദ്യത്തെ സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത് എത്ര വയസ്സിനിടയ്ക്കാ?
0 മുതൽ 2 വയസ്സ് വരെ, ജനനം മുതൽ 2 വയസ്സ് വരെയാണ് സെൻസറി മോട്ടോർ സ്റ്റേജ് ഉള്ളത്. അവിടെ റിഫ്ലക്സുകൾ, സംവേദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും സംവേദനം ചെയ്യുന്നു. ആ സെൻസ് ഓർഗൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ പയ്യെ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങുകയാണ്. റിഫ്ലക്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ, ഒരു അമ്മ ഒന്ന് ചിരിക്കുമ്പോൾ തിരിച്ച് നമ്മൾ ചിരിക്കുന്നില്ലേ, അത്തരത്തിൽ റിഫ്ലക്ഷൻസ് കൊടുക്കുന്നു. ചലനം തുടങ്ങിയവയിലൂടെ ചുറ്റുപാടിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കും. റിഫ്ലക്സുകളുടെ കാലം അത് സെൻസറി മോട്ടോർ സ്റ്റേജ്, ഓർത്തോണായി ചോദിക്കാം. സംവേദനം സെൻസറി ഓർഗൻസ് വെച്ചിട്ട്, അതേപോലെ ചലനം തുടങ്ങിയവയിലൂടെയൊക്കെ ചുറ്റുപാടുകളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാലമാണ് സെൻസറി മോട്ടോർ സ്റ്റേജ്. ഇന്ദ്രിയ ചാലകഘട്ടം സെൻസ് ഓർഗനുകൾ ഉപയോഗിച്ചുകൊണ്ടും മോട്ടോർ മൂവ്മെന്റ്സ് ചലനം ഉപയോഗിച്ചുകൊണ്ടും റിഫ്ലക്സുകൾ ഉപയോഗിച്ചുകൊണ്ടും കാര്യങ്ങൾ ഗ്രഹിക്കുകയാണ് ചുറ്റുന്നു. ഇതാണ് ആദ്യത്തെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്. മറ്റുള്ളവരെ അനുകരിക്കാൻ തുടങ്ങുന്നത് ഏത് ഘട്ടത്തിലാണ്? അതും സെൻസറി മോട്ടോർ സ്റ്റേജിലാണ്. ചോദിക്കാം. സംഭവങ്ങൾ ഓർത്ത് വെക്കുവാനായിട്ട് തുടങ്ങുന്നു ഈ ഒരു ഘട്ടത്തിൽ തന്നെ. കാര്യങ്ങളൊക്കെ നടന്ന സംഭവങ്ങൾ ഓർത്ത് വെക്കാനൊക്കെ തുടങ്ങുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. വസ്തുസ്ഥൈര്യം, നമ്മൾ ആദ്യം കണ്ട ചോദ്യം, പ്രീവിയസ് ഇയർ കേറ്ററിന്റെ ചോദ്യം വരുന്നത് ഒബ്ജക്ട് പെർമനൻസ് ഈ ഘട്ടത്തിന്റെ അവസാനം ആർജിക്കുകയാണ്. സെൻസറി മോട്ടോർ സ്റ്റേജിന്റെ അവസാനമാണ് ഏത്? വസ്തുസ്ഥൈര്യം അഥവാ ഒബ്ജക്ട് പെർമനൻസ് എന്ന് പറയുന്നത് ആർജിക്കുന്നത്. എന്താ ഈ ഒബ്ജക്ട് പെർമനൻസ് അഥവാ വസ്തുസ്ഥൈര്യം? അതുകൂടി മനസ്സിലാക്കണ്ടേ. അതായത് നിങ്ങളുടെ കൺവെട്ടത്തു നിന്നൊരു സാധനം മറഞ്ഞാലും ആ സാധനം അവിടെ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ടാണ് ഈ പറയുന്ന വസ്തുസ്ഥൈര്യം എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഈ റൂമിൽ എൻ്റെ ലാപ്ടോപ്പും എൻ്റെ കീബോർഡും അല്ലെങ്കിൽ എൻ്റെ ലൈറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട് അല്ലെ. ഞാൻ ഈ റൂമിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാലും ഈ റൂമിനകത്ത് ഈ പറയുന്ന സാധനങ്ങളെല്ലാം അവിടെ തന്നെ ഇരിപ്പുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, എനിക്കറിയാം. അതാണ് വസ്തുസ്ഥൈര്യം, ഒബ്ജക്ട് പെർമനൻസ്. അതിൻ്റെതായ അസ്തിത്വം അവിടെ തന്നെ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. റിഫ്ലക്സ് പ്രവർത്തനങ്ങളിൽ നിന്നും ബോധപൂർവമായ പ്രവർത്തനങ്ങളിലേക്കുള്ള മാറ്റം ഇതിന്റെ അവസാന ഘട്ടത്തോടുകൂടി ആർജിക്കുകയാണ്. അപ്പൊ ഇതാണ് ആദ്യത്തെ സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജ് ഏതാണെന്ന് ചോദിക്കാം, സ്റ്റേജുകളുടെ ഓർഡർ ചോദിക്കാം, സ്റ്റേജുകളുടെ ഏജ് ചോദിക്കാം. ഇതെല്ലാം ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി പ്രാക് മനോവ്യാപാര ഘട്ടം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. മനോവ്യാപാരങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ്, പ്രാഗ് എന്ന് പറഞ്ഞാൽ പ്രീ കേട്ടോ, അത് മലയാളം വാക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാവുന്ന. ഓപ്പറേഷണൽ സ്റ്റേജിന് മുമ്പുള്ളതാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. എത്ര വയസ്സാ? 2 വയസ്സിനും 7 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാ. ഭാഷ വികസിക്കുന്നുണ്ട് ഈ ഘട്ടത്തില്, ഭാഷ വികസിക്കുന്നുണ്ട്. വസ്തുക്കളെ സൂചിപ്പിക്കുവാൻ പ്രതിരൂപങ്ങൾ, സിംബലുകൾ ഉപയോഗിച്ച് തുടങ്ങുന്ന ഘട്ടം ഏതാണ്? ഈ പറയുന്ന പ്രാക് മനോവ്യാപാര ഘട്ടമാണ്. ഭാഷ വികസിക്കുന്നു, വസ്തുക്കളെ സൂചിപ്പിക്കുവാൻ പ്രതിരൂപങ്ങൾ അഥവാ സിംബലുകൾ ഉപയോഗിച്ച് തുടങ്ങുന്നതൊക്കെ ഈ ഘട്ടത്തിലാണ്. ചോദിക്കാം. ലാംഗ്വേജ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്, സിംബൽസ് ഉപയോഗിക്കുന്നു വസ്തുക്കളെ കാണിക്കാൻ. ഇതേത് ഘട്ടത്തിലാ? പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ഘട്ടത്തിലാ. സ്വന്തം വീക്ഷണകോണിലൂടെ മാത്രം കാര്യങ്ങളെ നോക്കിക്കാണുന്നു, ഈഗോ സെൻട്രിക് തോട്ട്. ഞാൻ കാണുന്നത് തന്നെയാണ് മറ്റുള്ളവരും കാണുന്നത്. ഞാൻ ഇവിടെ ഇരുന്ന് പറയുക, എന്റെ പുസ്തകത്തിൽ ആനയെ കണ്ടോ അമ്മേ? അമ്മ അടുക്കളയിലായിരിക്കണം, അമ്മ കാണുന്നുണ്ടോ? ഞാൻ വിചാരിക്കുന്ന അമ്മയ്ക്ക് ഇത് കാണാന്നാ. ജസ്റ്റ് സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, അപ്പൊ എന്റെ കാഴ്ചപ്പാടിലാണ് ലോകത്ത് എല്ലാവരും കാണുന്നതെന്ന് അതേ ചിന്ത എനിക്കുള്ളത് 2 മുതൽ 7 വയസ്സ് വരെയാണ്. അതിനെയാണ് ഈഗോ സെൻട്രിക് തോട്ട്. സ്വന്തം വീക്ഷണകോണിലൂടെ മാത്രം കാര്യങ്ങളെ നോക്കിക്കാണുന്നു, അഹം കേന്ദ്രീകൃത ചിന്ത എന്നൊക്കെ മലയാളത്തിൽ വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതെല്ലാം പ്രാക് മനോവ്യാപാര ഘട്ടം, പ്രീ ഓപ്പറേഷൻ സ്റ്റേജിലെ പ്രത്യേകതകളാണ്. മൂർത്ത മനോവ്യാപാര ഘട്ടം അഥവാ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് 7 മുതൽ 11 വയസ്സ് വരെ. മൂർത്തമായ ആശയങ്ങൾ, കോൺക്രീറ്റ് ആയിട്ടുള്ള ആശയങ്ങൾ, അതായത് ഒരാളുടെ മുന്നിൽ അനുഭവപ്പെടുന്ന, തൊട്ടും കണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതാണ് തൻ്റെ മുന്നിൽ അനുഭവേദ്യമായ പ്രശ്നങ്ങളെക്കുറിച്ച് യുക്തിപൂർവ്വം ചിന്തിക്കുവാൻ കഴിയുന്നു. അപ്പൊ യുക്തിപൂർവ്വം ചിന്തിക്കാം, പക്ഷെ മുമ്പിൽ കാണുന്ന നമ്മുടെ സെൻസ് ഓർഗൻസ് ഉപയോഗിച്ച് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, ഈ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ വെച്ചിട്ട് കാര്യമായിട്ട് കൃത്യമായിട്ട് യുക്തിപരമായി ചിന്തിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. ചിന്തയിൽ സ്ഥിരത ആർജിക്കുന്നു. പല സവിശേഷതകൾ പരിഗണിച്ചുകൊണ്ട് നിഗമനത്തിൽ എത്തിച്ചേരുന്നു. ആ പല സവിശേഷതകളെ പരിഗണിച്ച് നിഗമനത്തിലേക്ക്, കൺക്ലൂഷനിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നു. പ്രത്യാവർത്തനത്തിനുള്ള കഴിവ് ആർജിക്കുന്നു. പ്രത്യാവർത്തനം, റിവേഴ്സിബിലിറ്റി. അതായത് 5, 3, 8 എന്ന് മനസ്സിലായി. അപ്പൊ 8 നിന്ന് 3 പോയാൽ 5 അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തിരിച്ച് ചിന്തിക്കാൻ പറ്റുന്നുള്ളതുകൊണ്ടാ അല്ലെ. തിരിച്ച് ചിന്തിക്കാൻ പറ്റുന്നു. പ്രത്യാവർത്തനം, റിവേഴ്സിബിലിറ്റി ഏത് ഘട്ടത്തിലാ? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാ. പ്രീവിയസ് ഇയർ ക്വസ്റ്റിനിൽ ചോദിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. എല്ലാത്തിനകത്തും ഓരോ ടേം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതുപോലെ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന, ഭൂതം, വർത്തമാനം, ഭാവിയെ കുറിച്ചൊക്കെ ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മൂർത്ത മനോവ്യാപാര ഘട്ടത്തിലാണ്. അടുത്തത് നോക്കൂ, ഔപചാരിക മനോവ്യാപാര ഘട്ടം, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഔപചാരിക മനോവ്യാപാര ഘട്ടം അഥവാ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് 11 വയസ്സ് മുതൽ, അതായത് കൗമാരം, അഡോളസെന്റ് ഏജ് മുതൽ
അങ്ങോട്ട് അഡോളസെന്റ് ഏജ് 11 വയസ്സ് മുതലാണ്, കൗമാരവും അതിനുശേഷവും വരുന്ന ഏതിലാണ്, അഡോളസെന്റ് ഏജിലുള്ള കുട്ടികൾ ഏത് കാലഘട്ടത്തിലാണ്, ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണ്. അപ്പോൾ ഇവിടെ കുറച്ചുകൂടി അമൂർത്തമായിട്ടുള്ള അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ആശയങ്ങളെ യുക്തിപൂർവ്വം ചിന്തിക്കാനുള്ള കഴിവ് കിട്ടും. അതായത് ഹൈപ്പോത്തിസുകൾ രൂപീകരിക്കുക, പരികല്പനകൾ എന്ന് പറഞ്ഞാൽ ഹൈപ്പോത്തിസ് ആണ്, രൂപീകരിക്കുന്നതിനും അത് പരിശോധിക്കുന്നതിനും രീതിയിൽ ചിന്തിച്ച് ആശയങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് ഈ ഘട്ടത്തിലാണ് ഉണ്ടാകുന്നത് 11 വയസ്സിന് ശേഷം. അമൂർത്തമായ പ്രശ്നങ്ങളെ യുക്തിപൂർവ്വം പരിഹരിക്കുന്നു. അതാ ഞാൻ പറഞ്ഞേ, നമ്മുടെ മനസ്സിൽ ചിന്തിച്ച് കണ്ടെത്താൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു കാര്യത്തെ ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നു. പല ആംഗിളിൽ ഒരു പ്രോബ്ലത്തെ നോക്കിക്കാണാറാകുന്ന ഒരു രീതിയിലേക്ക് വരുന്നു. സാമൂഹ്യ പ്രശ്നങ്ങൾ, നീതിബോധം, സ്വത്വബോധം എന്നിവയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളൊക്കെ രൂപപ്പെടുന്നതും ഈ ഒരു ഔപചാരിക മനോവ്യാപാര ഘട്ടം അഥവാ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണ് എന്ന് മനസ്സിലാക്കുക. ഈ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതേ കാര്യം തന്നെ, ഈ ടേബിൾ തന്നെ അതേപടി കൊടുത്തിരിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് DLEDന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഇതേ ഓർഡറിൽ കാണാനായിട്ട് സാധിക്കും. ഇതിനകത്തുനിന്നാണ് സ്ഥിരം ചോദ്യം കേറ്ററ്റുകളിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചില ടേമുകൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒബ്ജക്റ്റ് പെർമനൻസ്, റിഫ്ലക്സുകൾ, ഇതൊക്കെ സാധിക്കുന്നത് ഏതാ? ഇന്ദ്രിയ ചാലകഘട്ടം അഥവാ സെൻസറി മോട്ടോർ സ്റ്റേജിലാ. അതേപോലെ തന്നെ ഭാഷ വികസിക്കുന്നത്, ഈഗോ സെൻട്രിക് തോട്ട് ഡെവലപ്പ് ചെയ്യുന്നത്, അതേപോലെ കേന്ദ്രീകൃത ചിന്തനം. കേട്ടോ, ഇത് നോട്ട് ചെയ്യാവുന്ന ഒരു പോയിന്റാണ്. കേന്ദ്രീകൃത ചിന്തനം, സെൻട്രേഷൻ. അതായത് ഒരു കാര്യത്തിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇപ്പം ഒരു കുട്ടിയുടെ മുമ്പിൽ രണ്ട് കുട്ടികൾ നിൽക്കും, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ മുമ്പിൽ രണ്ട് ഗ്ലാസ്സിൽ നിങ്ങൾ പാൽ വയ്ക്കുകയാണ്. ഒരെണ്ണത്തിന് ഉയരം കൂടിയ ഗ്ലാസും ഒരെണ്ണത്തിന് വീതി കൂടിയ ഗ്ലാസും. രണ്ടിലും ഒരേ അളവ് പാലാണെങ്കിലും കുട്ടി ചിലപ്പം ഏത് പാലാണ് കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടി ചിലപ്പോൾ പറയാൻ പോകുന്നത് ആ ഉയരം കൂടിയ ഗ്ലാസ്സിനകത്താണെന്ന് പറയും. കാരണം കുട്ടി പെട്ടെന്ന് നോക്കിയത് ഏതാ? ഹൈറ്റ് മാത്രം. അതിൻ്റെ വിട്ടോ അതൊന്നും ആ കുട്ടിക്ക് അവിടെ നോക്കാൻ പറ്റിയില്ല. ഒരു സമയം ഒറ്റ കാര്യം മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് കേന്ദ്രീകൃത ചിന്തനം അഥവാ സെൻട്രേഷൻ എന്ന് പറയും. പ്രാഗ് മനോവ്യാപാര ഘട്ടം അഥവാ പ്രീ ഓപ്പറേഷൻ സ്റ്റേജിലാണ് ആ പ്രത്യേകത കാണിക്കുന്നത്. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, റിവേഴ്സിബിലിറ്റി ഏതിനകത്താണ്? റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത് തിരിച്ച് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നത് അടുത്ത ഘട്ടത്തിലാണ്, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ദിശയിലേക്ക് മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ ആണ്. ഏത് ഘട്ടം വരെ? പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് വരെ. മനസ്സിലാക്കണം. പിന്നെ ഒരു പോയിന്റ് അവിടെ പഠിക്കാനായിട്ട് എക്സ്ട്രാ ഉണ്ട്. DLEDന്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കി എക്സ്ട്രാ പഠിക്കാൻ പറ്റും. എല്ലാ വസ്തുക്കളും ജീവനുള്ളവയുടെ പ്രത്യേകത പ്രകടിപ്പിക്കുന്നതായി കരുതുന്നു. ആനിമിസം, സചേതന ചിന്ത. എല്ലാ വസ്തുക്കൾക്കും, മരങ്ങൾക്കും അല്ലെങ്കിൽ അവിടെ കാണുന്ന കല്ലിനും ഒക്കെ ജീവനുണ്ടെന്ന് വിചാരിക്കും. കല്ലിൽ കാല് തട്ടി കരഞ്ഞ് കുട്ടീനെ സമാധാനിപ്പിക്കാൻ അമ്മ കല്ലിനോട് അടിച്ച് എൻ്റെ കൊച്ചിനെ വീഴ്ചോളാന്ന് വെച്ച് തല്ലുമ്പോൾ എനിക്ക് വേദന ഉള്ള പോലെ അവനും വേദന ഉണ്ടെന്ന് വിചാരിക്കും. പാവയ്ക്ക് പാല് കൊടുക്കും. ഇതൊക്കെ ഏതാ? അതിനും ജീവനുണ്ടെന്നങ്ങ് വിചാരിച്ചേക്കുക. ഇതെല്ലാം പ്രീ ഓപ്പറേഷൻ സ്റ്റേജിലെ പ്രത്യേകതകളാണ്, ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. സെൻട്രേഷൻ അഥവാ കേന്ദ്രീകൃത ചിന്തനം, അതുപോലെ സിംബലുകൾ ഉപയോഗിച്ച് കാണുന്നു, അതേപോലെ ഈഗോ സെൻട്രിക് തോട്ട് അഹം കേന്ദ്രീകൃത ചിന്തനം, ഇറിവേഴ്സിബിലിറ്റി കാണിക്കുന്നു, ആനിമിസം അഥവാ സചേതന ചിന്ത. ഇതെല്ലാം പ്രീ ഓപ്പറേഷൻ സ്റ്റേജിൽ കാണിക്കുന്ന പ്രത്യേകതകളാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മുന്നിൽ അനുഭവപ്പെടുന്ന മൂർത്തമായ ആശയങ്ങളെ യുക്തിപൂർവ്വം ചിന്തിക്കുന്നത്, ചിന്തയിൽ സ്ഥിരത ആർജിക്കുന്നത്, പ്രത്യാവർത്തനം റിവേഴ്സിബിലിറ്റിക്കുള്ള കഴിവുണ്ടാക്കുന്നത്, ഭൂതം വർത്തമാനം ഭാവിയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത് മൂർത്ത മനോവ്യാപാര ഘട്ടത്തിലാണ്, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ്. ഇമ്പോർട്ടൻ്റാ. ഇനി ഹൈപ്പോത്തിസുകൾ രൂപീകരിക്കുന്നത്, അമൂർത്തമായ ആശയങ്ങളെ ചിന്തിക്കാൻ പറ്റുന്നത്, പല ആംഗിളിലൂടെ പ്രശ്നങ്ങളെ നോക്കിക്കാണുന്നത്, നീതിബോധം, സ്വത്വബോധം, സാമൂഹ്യബോധം ഒക്കെ രൂപപ്പെടുന്നത് ഔപചാരിക മനോവ്യാപാര ഘട്ടം അഥവാ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണ്. പിയാഷയുടെ 4 സ്റ്റേജസിൽ നിന്ന് എപ്പോഴും ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആശയങ്ങളാണ്. ആ കാര്യങ്ങളെ വീണ്ടും വിശദീകരിച്ച് അവിടെ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ആ ഡീറ്റെയിൽ ആയിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്കൊന്ന് വായിച്ച് റെഫറൻസിന് എടുക്കാവുന്ന രീതിയിൽ ചില പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് അവിടെ കൊടുത്തിരിക്കുകയാണ്. ഇന്ദ്രിയ ചാലകഘട്ടം, ഇന്ദ്രിയാനുഭവങ്ങളിലൂടെ, സെൻസ് ഓർഗനിലൂടെ, സ്വന്തം ചെയ്തികളിലൂടെയും കുട്ടികൾ ലോകത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. തന്നെക്കുറിച്ചും തൻ്റെ ശരീരത്തെക്കുറിച്ചുള്ള ധാരണ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഈ സ്റ്റേജിലാണ്. പരിചയമുള്ളവരെയും അല്ലാത്തവരെയും തിരിച്ചറിയാൻ സാധിക്കുന്നതും അതിലൂടെ പ്രതികരിക്കുന്നതിലും സാധിക്കുന്നത്, റിഫ്ലക്ഷൻ എന്ന് പറയുന്ന റിഫ്ലക്സ് ആക്ഷൻസ് ഒക്കെ സംഭവിക്കുന്നതൊക്കെ ആ ഘട്ടത്തിലാണ്. വസ്തുക്കളും ആളുകളും കൺവെട്ടത്ത് നിന്ന് പറഞ്ഞാലും നിലനിൽക്കുന്നു എന്ന തിരിച്ചറിവ്, വസ്തുസ്ഥൈര്യം, ഒബ്ജക്ട് പെർമനൻസ് ഉണ്ടാവുന്നത് ഇന്ദ്രിയ ചാലഘട്ടത്തിലാണ്. എന്താണ് ഒബ്ജക്ട് പെർമനൻസ് എന്നുള്ള സെന്റൻസ് അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സ്ഥലത്തെക്കുറിച്ചും സമയത്തെക്കുറിച്ചുമുള്ള ആദ്യകാല ധാരണകൾ, ബോധങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന ഈ ഘട്ടത്തിലാണ്. കാര്യകാരണ ബന്ധങ്ങളെക്കുറിച്ച് ആദ്യ ധാരണകൾ, ഞാൻ കരഞ്ഞാൽ അമ്മ വരും, വസ്തുക്കൾ ഇട്ടാൽ ഒച്ചയുണ്ടാവും എന്നുള്ളതൊക്കെ മനസ്സിലാകുന്ന ഈ ഘട്ടത്തിലാണ്. അതൊന്നും അങ്ങനെ ചോദ്യമായിട്ട് കണ്ടിട്ടില്ല. പരീക്ഷണങ്ങൾ, അനുകരണങ്ങൾ എന്നിവയോട് അനുകരിക്കാൻ തുടങ്ങുന്നത് ചോദിക്കാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ ഭാവങ്ങളും ഭാഷയും മനസ്സിലാക്കി തുടങ്ങൽ എന്നിങ്ങനെയുള്ള സംവേദക സീമകൾ, ചാലക സീമകളും ഉപയോഗിച്ചാണ് ഭാഷാ പഠനം സാധ്യമാകുന്ന കാലം വരെ കുട്ടി പഠനം മുന്നേ. അപ്പോൾ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തിട്ടില്ലല്ലേ, അതിന് മുമ്പുള്ള സംവേദനങ്ങളൊക്കെ നടക്കുന്നത്, മറ്റുള്ളവരിലൂടെ കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ഭാവങ്ങളും ഭാഷയും ഒക്കെ മനസ്സിലാക്കി തുടങ്ങുന്ന ഒരു സ്റ്റേജാണ്. പക്ഷേ കുട്ടിക്ക് സ്വയമേ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടില്ല.
1.5 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള കാലം അടുത്ത ഘട്ടത്തിലേക്കുള്ള മാറ്റത്തിന്റെ തുടക്കം കാണിക്കും. ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ച് മനസ്സിൽ വിചാരിക്കാൻ സാധിച്ചു തുടങ്ങും. സംവേദന ജാലകത്തെ 6 ചെറിയ ഘട്ടങ്ങളായി പിയാഷെ വേർതിരിക്കുന്നുണ്ട്. ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. അതായത് സെൻസറി മോട്ടോർ സ്റ്റേജിനെ വീണ്ടും 6 ചെറിയ ഘട്ടങ്ങളായിട്ട് ഓരോ ഘട്ടത്തെയും വിശദീകരിച്ചുകൊണ്ടൊക്കെ പിയാഷെ പറയുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ഉണ്ട് എന്ന് മാത്രം ഒന്ന് അറിഞ്ഞിരിക്കുക. പ്രാഗ് മനോവ്യാപാര ഘട്ടം കേട്ടോ. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് 2 മുതൽ 7 വയസ്സ് വരെയാണ്. മനോവ്യാപാരങ്ങൾ നടക്കുന്നതിന് മുമ്പുള്ള സമയം. സിംബോളിക് ആക്ടിവിറ്റി, പ്രതീകാത്മക പ്രവർത്തനങ്ങളിലേക്ക്, ഭാവനയുടെയും ചിന്തയുടെയുമായ പ്രതീകാത്മക പ്രവർത്തനങ്ങളിലേക്ക് കുട്ടി എത്തുന്ന ഘട്ടം. കുട്ടി വളർന്നു വരുന്ന ഘട്ടം അല്ലേ. ഭാഷ പഠിക്കാൻ കഴിയുന്നതോടെ മറ്റുള്ളവരുമായും ആശയവിനിമയ സാധ്യത മാത്രമല്ല, ചിന്തയ്ക്കുള്ള ഏറ്റവും പ്രധാനമായ ഒരു ഉപകരണം കൂടി കുട്ടിക്ക് ലഭ്യമായി തുടങ്ങുകയാണ്. മറ്റുള്ളവർക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാമെന്ന അവസ്ഥ വരുന്നു. 2-3 വയസ്സുള്ള കുട്ടികളുടെ വ്യവഹാരങ്ങളിൽ പ്രതീകാത്മകത വളരെ പ്രകടമായിട്ട് നമുക്ക് കാണാം. ഓർമ്മയും ഭാവനയും നേരിട്ടുള്ള സാഹചര്യവും എല്ലാം കൂടിക്കൊഴിഞ്ഞ ഒരു ലോകമാണ് ഈ ഘട്ടത്തിൽ കുട്ടിക്ക് ഉണ്ടാവുക. ലോകത്തെക്കുറിച്ചുള്ള പ്രാഥമികമായ അറിവുകൾ ശേഖരിക്കുന്നതിൻ്റെ, ഭാഷ പഠിക്കുന്നതിൻ്റെയൊക്കെ വളരെ പ്രധാനമായിട്ടുള്ള ഘട്ടമായിട്ട് നമ്മളിതിനെ കണക്കാക്കുന്നുണ്ട്. കുട്ടിയുടെ മാനസികാവസ്ഥയുടെ പരിമിതികൾ മൂലം യുക്തിപരമായി ചിന്തിക്കാനുള്ള ശേഷിയിലേക്ക് ഇനിയും പടവുകൾ. അപ്പൊ യുക്തിചിന്ത ഡെവലപ്പ് ചെയ്തിട്ടില്ല ഈ 2ാമത്തെ ഘട്ടത്തിൽ. സ്വയം കേന്ദ്രീകൃത ചിന്ത, ഈഗോസെൻട്രിസം, സ്വയം കേന്ദ്രീകൃത ചിന്ത. അതായത് ലോകത്തെ കുട്ടി മനസ്സിലാക്കുന്നത് തൻ്റെ അനുഭവങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ്. ലോകത്തിന്റെ കേന്ദ്രം താനാണെന്നും തന്നെ ചുറ്റിപ്പറ്റിയാണ് കാര്യങ്ങളെല്ലാം എന്നുള്ളതാണ് ഈ ഈഗോസെൻട്രിസം അഥവാ സ്വയം കേന്ദ്രീകൃത ചിന്ത എന്നതുകൊണ്ട് ആ കുട്ടിയിൽ ഉണ്ടാവുന്നു എന്ന് നമ്മൾ പറയുന്നത്. അതെന്താണെന്ന് കൂടി മനസ്സിലാക്കിയിരിക്കാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ കാര്യകാരണ ബന്ധങ്ങളിലെ തിരിച്ച് മനസ്സിലാക്കൽ ഈ ഘട്ടത്തിൽ സംഭവിക്കാൻ ഇടയുണ്ട്. അതായത് കാര്യങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് തിരിഞ്ഞു പോവാം. അപ്പം ഞാൻ ഉണരുമ്പോഴാണ് പ്രഭാതമാകുന്നത്. അതായത് നമ്മൾ എഴുന്നേൽക്കുമ്പോഴാണ് സൂര്യൻ വരുന്നത്. അല്ലാതെ സൂര്യൻ വന്നിട്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുമ്പേ ചിലപ്പോൾ സൂര്യൻ വന്നിട്ടുണ്ടാവും. ഞാൻ എഴുന്നേൽക്കുമ്പോഴൊക്കെയാണ് ഇത് സംഭവിക്കുന്നതെന്ന് കുട്ടിയാണ് ചിന്തിച്ച് വെക്കാം. ആ രീതിയിൽ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യാം കാര്യങ്ങളെ ഈ ഘട്ടത്തിൽ. ഓരോ വസ്തുവിനും പ്രതിഭാസത്തിനും തന്നിൽ നിന്ന് വേറിട്ടൊരു അസ്തിത്വമുണ്ടെന്നും മറ്റുള്ളവർ കാണുന്നതും ചിന്തിക്കുന്നതും തന്നെ പോലെ ആകണമെന്നില്ല എന്നും മനസ്സിലാക്കാൻ ഈ ഘട്ടത്തിൽ കുട്ടിക്ക് കഴിയില്ല. കുട്ടി വിചാരിക്കുന്നത് കുട്ടി ചിന്തിക്കുന്നതാണ് ശരി, അതുപോലെയാണ് എല്ലാവരും കാണുന്നതെന്നാണ് കുട്ടി വിചാരിക്കുന്നത്. താനാണ് കേന്ദ്രം എന്നാണ് ചിന്തിക്കുന്നത്. മുതിർന്നവർ സാധാരണയായി കുട്ടികളുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് പെരുമാറാൻ ശ്രദ്ധിക്കുന്നതിനാൽ അവരുമായി ഇടപെടുന്ന കുട്ടിക്ക് പ്രശ്നമാവില്ല. അപ്പം നമ്മൾ കുട്ടികളെ പോലെ സംസാരിക്കും അല്ലേ, കുട്ടികളോട് അവരുടെ ആ ലെവലിൽ നിന്ന് സംസാരിക്കും. പക്ഷേ സമപ്രായക്കാരായിട്ടുള്ള കുട്ടികളേക്ക് വന്ന് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് ഇത് അവർക്ക് പ്രശ്നമായിട്ട് വരാനും സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. തൻ്റെ ഉള്ളിൽ തോന്നുന്ന ആശയങ്ങളും വികാരങ്ങളും മറ്റേ ആൾക്കും അനുഭവപ്പെടുന്നുണ്ടെന്നാണ് കുട്ടി വിചാരിക്കുന്നത്. ലോകത്തിൻ്റെ വസ്തുനിഷ്ഠ സ്വഭാവവും വ്യക്തികളുടെ ആത്മനിഷ്ഠ സ്വഭാവവും തിരിച്ചറിയുന്ന ഘട്ടത്തിലെ സ്വയം കേന്ദ്രീകൃത അവസ്ഥ കുറഞ്ഞ് വരികയുള്ളൂ എന്നുകൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒന്നിലധികം കാര്യങ്ങൾ ഒരേ സമയം പരിഗണിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രായമാണിതെന്ന് പറഞ്ഞു അല്ലേ. ഏറ്റവും പ്രകടമായ ഒരംശത്തിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതാണ് സെൻട്രേഷൻ. ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, നീളത്തിലും വീതിയിലും വ്യത്യാസപ്പെട്ടിരിക്കുന്ന രൂപങ്ങളെ താരതമ്യപ്പെടുത്തേണ്ടി വരുമ്പോൾ കുട്ടിക്ക് ഒന്നുകിൽ നീളത്തിൽ മാത്രം ശ്രദ്ധിക്കും, അല്ലെങ്കിൽ വീതിയിൽ മാത്രം ശ്രദ്ധിക്കും. ആ പറഞ്ഞ ആശയങ്ങളെല്ലാം പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോന്നും ഒറ്റയ്ക്ക് മാത്രം ശ്രദ്ധിക്കുകയും പരസ്പരം ബന്ധം മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുന്ന സെൻട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു ഘട്ടം ഈ ഒരു സ്റ്റേജിലാണെന്ന് മനസ്സിലാക്കുക. ഒരു വരിയിൽ 5 തീപ്പെട്ടിക്കൊള്ളികൾ അടുത്തടുത്ത് വെച്ചിരിക്കുന്നു. അടുത്ത വരിയിൽ 5 എണ്ണം വിട്ടുവിട്ട് വെച്ചിട്ടുണ്ട്. ഏത് വരിയിലാണ് ഒന്നിലധികം കൊള്ളിയുള്ളതെന്ന് 5 വയസ്സുകാരനോട് ചോദിച്ചാൽ വിട്ടുവിട്ട് വെച്ചിരിക്കുന്ന വരികളാണെന്ന് ചൂണ്ടിക്കാണിക്കും. കാരണം നോക്കുമ്പോൾ എണ്ണമല്ല, മറിച്ച് വിസ്തൃതി കൂടുതൽ ഏതിനാണെന്നാണ് കുട്ടി ഒറ്റ നോട്ടത്തിൽ കണ്ടത്. അപ്പോൾ ആ രീതിയിലുള്ള സെൻട്രേഷൻ, കേന്ദ്രീകൃത ചിന്തനം എന്ന് പറയുന്നത് ഈ ഒരു 2ാമത്തെ ഘട്ടത്തിലാണ് കുട്ടിക്ക് ഉള്ളതെന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ അവസാനം, ഈ ഘട്ടത്തിൻ്റെ അവസാനം എത്തുമ്പോൾ ഇങ്ങനെ ഒരംശത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അവസ്ഥ കുറഞ്ഞുവെന്ന് പല കാര്യങ്ങളിലും ഒരേ സമയം ശ്രദ്ധിക്കാനുള്ള ഡീസെൻട്രേഷൻ വളർന്നു വരുന്നത് കാണാൻ പറ്റും. അതുപോലെ തിരിച്ചു ചിന്തിക്കുക, സ്ഥിരത തുടങ്ങിയ കഴിവുകളും ഈ ഘട്ടത്തിൽ കുറവായിരിക്കും, ഈ സ്റ്റേജിൽ കുറവായിരിക്കും. അടുത്ത ഘട്ടത്തിലാണ് റിവേഴ്സിബിലിറ്റി, അതുപോലെ സ്ഥിരത, കൺസർവേഷൻ, സ്ഥിരത ആർജിക്കുന്നതൊക്കെ അടുത്ത ഘട്ടത്തിലായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. കുട്ടിക്ക് തൻ്റെതായ അർത്ഥങ്ങളാണുള്ളത്, യുക്തിചിന്തയ്ക്ക് തൻ്റെതായ നിയമങ്ങളാണുള്ളത്. കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ തൻ്റെതായ രീതികളിൽ നിന്നുകൊണ്ടാണ് കുട്ടിയാണ് അവിടെ മെയിൻ. കുട്ടി ചിന്തിക്കുന്ന എല്ലാം ശരിയാണെന്ന് കുട്ടി വിചാരിക്കുന്ന ഘട്ടം. ഒറ്റയ്ക്കുള്ള കാര്യങ്ങളിൽ നിന്നും സാമാന്യവൽക്കരണം നടത്തുമ്പോഴും പൊതു നിയമത്തെ ഒരു സന്ദർഭത്തിൽ ഉപയോഗിക്കുമ്പോഴും അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ വിശദീകരിക്കുമ്പോഴും പലപ്പോഴും തെറ്റുവരാനും സാധ്യതയുണ്ട്. പ്രതീകാത്മകമായ ചിന്തയ്ക്കും ഭാവനയ്ക്കും മുഖ്യസ്ഥാനമാണുള്ളത്. എല്ലാവർക്കും തൻ്റെ തോന്നലുകളും കാഴ്ചപ്പാടുമാണുള്ളത്, അല്ലെങ്കിൽ കാഴ്ചകളുമാണ് എന്ന ധാരണയാണ് കുട്ടിക്കുള്ളത്. അനുഭവങ്ങളിലൂടെ ഇത്തരം പരിമിതികളെ മറികടക്കാനാവുകയും 7-8 വയസ്സാകുമ്പോഴേക്കും മുതിർന്നവരുടെ യുക്തിചിന്തയുടെ ലോകത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. കുട്ടികൾ മുതിർന്നവരുടെ ചെറിയ പതിപ്പല്ല എന്നും വളരെ വ്യത്യസ്തരാണെന്നും പിയാഷെ ഊന്നി പറയുന്നു. ഈ ഒരു സെന്റൻസ് പഠിച്ചോട്ടോ. കുട്ടികൾ മുതിർന്നവരുടെ ചെറിയ പതിപ്പല്ല, അവർ വളരെ വ്യത്യസ്തരാണെന്ന് ഊന്നി പറഞ്ഞത് ആരാ? ജീൻ പിയാഷെയാണ്. ചോദിക്കാം ആരുടെ സെന്റൻസ് ആണെന്ന് വേണേൽ ചോദിക്കാം. അപ്പോൾ അടുത്ത 3ാമത്തെ ഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മൂർത്ത മനോവ്യാപാര ഘട്ടം നമ്മൾ പറഞ്ഞു. 7 മുതൽ 11 വയസ്സ് വരെ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ആണെന്ന് പറഞ്ഞു. മനോവ്യാപാരത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിനു മുമ്പുള്ള ഘട്ടത്തിൽ നിന്നും ഈ ഒരു ഘട്ടത്തെ വ്യത്യസ്തമാക്കുന്നു. മൂർത്തമായ വസ്തുക്കളെക്കുറിച്ച് ഓപ്പറേഷണൽ സ്റ്റേജിൽ മനോവ്യാപാരം നടത്താൻ സാധിക്കുന്നു.
യുക്തിചിന്തയുടെ അടിസ്ഥാന ശിലയാണ് മനോവ്യാപാരം. യുക്തിപരമായി ചിന്തിക്കണം അല്ലേ. ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഉളവാകുന്ന അവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് ചെയ്യേണ്ട മാനസിക പ്രക്രിയയാണ് മനോവ്യാപാരം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക. റിവേഴ്സിബിലിറ്റി, തിരിച്ച് ചിന്തിക്കുക എന്നുള്ളത് ഈ ഘട്ടത്തിലാണ്, മൂർത്ത മനോവ്യാപാര ഘട്ടത്തിലാണ് റിവേഴ്സിബിലിറ്റി ഉള്ളത്. ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്. A+B=C എന്നതിന്റെ റിവേഴ്സ് ആണ് C-B=A എന്ന്, അല്ലെങ്കിൽ AB=C എന്നതിന്റെ റിവേഴ്സ് ആണ് C/B=A എന്ന്. അപ്പൊ കണക്കുകളിൽ ഈ തിരിച്ച് കൂട്ടലുകളൊക്കെ സാധ്യമാകുന്നതിന് റിവേഴ്സിബിലിറ്റി ഉള്ളതുകൊണ്ടാണ്. അത് ഏത് ഏജിലാണ്? അത് 7 മുതൽ 11 വയസ്സ് വരെയുള്ള ഏജിലാണ്, മൂർത്ത മനോവ്യാപാര ഘട്ടത്തിലാണ് സംഭവിക്കുന്നത്. ഇത് ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം. ഇങ്ങനെ ഒരു ക്രിയ ചെയ്താൽ കിട്ടുന്ന ഫലം വെച്ചുകൊണ്ട് എതിർക്രിയ ചെയ്താൽ തുടങ്ങിയിടത്ത് തന്നെ എത്തുമെന്ന തത്വം തിരിച്ചറിയുമ്പോൾ മാത്രമേ സ്ഥിരത, കൺസർവേഷൻ എന്ന് പിയാഷെ വിളിക്കുന്ന ലോക സ്വഭാവം ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാനാവും. കൺസർവേഷൻ സംഭവിക്കുന്ന ഏത് ഘട്ടത്തിലാണ്? മൂർത്ത മനോവ്യാപാര ഘട്ടത്തിലെ. ഇമ്പോർട്ടൻ്റാ. വസ്തുക്കൾ ചേർത്ത് വെച്ചാലും വിട്ടുവിട്ട് വെച്ചാലും എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവുന്നില്ല എന്നുള്ളത് സംഖ്യാസ്ഥിരത, കൺസർവേഷൻ ഓഫ് നമ്പേഴ്സ് അല്ലേ. നേരത്തെ ഞാൻ പറഞ്ഞു, ആ തീപ്പെട്ടികളുടെ എക്സാമ്പിൾ പറഞ്ഞു, അത് അങ്ങനെ അല്ലെന്ന് മനസ്സിലാക്കുന്ന ഈ ഒരു സ്റ്റേജിലാണ്. പാത്രം മാറ്റിയതുകൊണ്ട് വെള്ളത്തിന്റെ അളവിൽ മാറ്റം ഉണ്ടാവുന്നില്ല എന്നുള്ള വ്യാപ്ത സ്ഥിരത, കൺസർവേഷൻ ഓഫ് വോളിയത്തിന് മാറ്റം ഉണ്ടാവുന്നില്ല എന്നുള്ളത് തിരിച്ചറിയുന്നത്. അതാണ് കൺസർവേഷൻ. പല രീതിയിലുണ്ട്. പിന്നെ കൺസർവേഷൻ ഓഫ് മാസ് പറയാം. എന്താ? കളിമണ്ണ് ഉണ്ടായി വെച്ചാലും വലിച്ചു നീട്ടിയാലും അളവിന് വ്യത്യാസം ഉണ്ടാവുന്നില്ല. അതാണ് പിണ്ഡസ്ഥിരത, കൺസർവേഷൻ ഓഫ് മാസ്. അപ്പൊ ഈ രീതിയിൽ ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ ഒന്നിൽ കൂടുതൽ തരങ്ങളെക്കുറിച്ച് ഒരേ സമയം ആലോചിക്കാറാവണം എന്നുള്ളതാണ്. സ്ഥിരത മാത്രമല്ല, ഈ ഘട്ടത്തിൽ ക്രമമായി അടുക്കാനുള്ള കഴിവും അഥവാ ശ്രേണീകരണം, സീരിയേഷൻ, പല രീതിയിൽ തരംതിരിക്കാനുള്ള കഴിവ്, ക്ലാസിഫിക്കേഷൻ വളർന്നു. ചോദ്യമാണ്, പ്രതീക്ഷിക്കാം. എക്സ്ട്രാ പോയിന്റ് ആയിട്ട് ഓർത്ത് വരുന്നോളാം. ഏതാ? ശ്രേണീകരണവും തരംതിരിക്കലും സീരിയേഷനും ക്ലാസിഫിക്കേഷനും ഒക്കെ സംഭവിക്കുന്നത് 3rd സ്റ്റേജ് മൂർത്ത മനോവ്യാപാര ഘട്ടത്തിലാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. സ്വയം കേന്ദ്രീകൃത സ്വഭാവം കുറയുകയും വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിച്ചു തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. ഈഗോ സെൻട്രിക് തോട്ട്, സ്വയം കേന്ദ്രീകൃത ചിന്ത മാറി തുടങ്ങുന്നു. മറ്റുള്ളവരുമായി ഇടപെടൽ ഇക്കാര്യത്തിൽ വളരെയധികം സഹായിക്കുന്നു. ഭാവനയുടെ ലോകത്തു നിന്നും വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യത്തിലേക്ക് കുട്ടി ക്രമേണ എത്തിച്ചേരുന്നതും ഈ ഘട്ടത്തിലാണ്. യുക്തിചിന്ത ഏതാണ്ട് മുതിർന്നവരോട് അടുത്ത് വരുമെങ്കിലും മൂർത്ത സാഹചര്യത്തിൽ മാത്രമാണ്. കോൺക്രീറ്റ് ആയിട്ട് കൈകൊണ്ട് തൊട്ടും അല്ലെങ്കിൽ സെൻസ് ഓർഗൻസ് ഉപയോഗിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന, കാണുന്ന, കേൾക്കുന്ന കാര്യങ്ങൾ മാത്രമേ കുട്ടിക്ക് യുക്തിപരമായി ചിന്തിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അബ്സ്ട്രാക്റ്റ് ആയിട്ട് മനസ്സിൽ ചിന്തിച്ചെടുക്കാൻ പറ്റില്ല. നേരിട്ട് കാണുന്ന കാര്യങ്ങളെ ആസ്പദമാക്കി ചോദ്യങ്ങളാവാം, കാണാത്ത കാര്യങ്ങളോ ഭാഷ ഉപയോഗിച്ചുള്ള ചോദ്യങ്ങളോ ആകുമ്പോൾ ബുദ്ധിമുട്ട് വരും. ഇപ്പൊ ആറ്റം മോഡൽ പഠിപ്പിക്കാൻ പോവാണ് ഈ പ്രായത്തിലുള്ള കുട്ടികളെ. ആറ്റം എന്താ കണ്ടിട്ടുണ്ടോ കുട്ടി? ഇല്ല. അതിന് ന്യൂക്ലിയസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ കുട്ടിക്ക് വല്ലതും മനസ്സിലാവും? ഇല്ല. അപ്പൊ ആ ഒരു സംഭവം കുട്ടിക്ക് ഈ ഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അടുത്ത ഘട്ടമാണ് ഔപചാരിക മനോവ്യാപാര ഘട്ടം, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. 11 വയസ്സ് മുതൽ ആരംഭിക്കുന്നു ഔപചാരിക മനോവ്യാപാര ഘട്ടം, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഈ ഘട്ടത്തിൽ എത്തുമ്പോഴേക്കും അമൂർത്തമായി ചിന്തിക്കുന്നതിനും യുക്തിയുടെ രീതികൾ ഭംഗിയായി ഉപയോഗിക്കുന്നതിനുള്ള ശേഷി വളർന്നു വരും. അപ്പോൾ അമൂർത്തമായി അബ്സ്ട്രാക്റ്റ് ആയിട്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ടാവും, യുക്തിപരമായി ചിന്തിക്കാനുള്ള ശേഷി ഡെവലപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആറ്റത്തിന്റെ അകത്ത് ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ചുറ്റും ഇലക്ട്രോൺ ഉണ്ട്, അതിന്റെ സ്ട്രക്ചർ ഇതാണെന്നൊക്കെ പറഞ്ഞ് വേണം പഠിപ്പിക്കാം. അല്ലാത്ത പക്ഷം മനസ്സിലാവില്ല. ശാസ്ത്രീയ ചിന്താഗതിയിൽ പ്രാവീണ്യം വർദ്ധിക്കുന്നു. തന്നെയും മറ്റുള്ളവരെയും പല കോണുകളിൽ കാണാനും വിലയിരുത്താനും ഒക്കെ കഴിയും. സയന്റിഫിക് ആറ്റിറ്റ്യൂഡൊക്കെ ഡെവലപ്പ് ചെയ്തു വരുന്നു. പ്രശ്നങ്ങളെ അപഗ്രഥിക്കാനും പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യതകൾ ആരായാനും അവയെ താരതമ്യപ്പെടുത്താനും പ്രതീകങ്ങൾ അർത്ഥപൂർണ്ണമായി ഉപയോഗിക്കാനും ഒക്കെ സാധിച്ചു തുടങ്ങും. ചിന്തയുടെ പരിധി ഭൂലോകത്തിനും അപ്പുറത്തേക്ക് വികസിക്കുന്ന എത്രയോ ലെവലിൽ കയറി ചിന്തിക്കാനും ഉള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടായത് ഈ ഘട്ടത്തിലാണ്. അമൂർത്തമായി വിവിധ പ്രശ്നങ്ങളെ നേരിടാനും അതിൻ്റെ തരണം ചെയ്യാനും പഠിക്കുന്നു എന്നുള്ളതൊക്കെ ഈ ഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ പിയാഷെയുടെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിനകത്ത് സമഗ്രമായിട്ട് പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം പറ. പിയാഷെയുടെ അഭിപ്രായത്തിൽ ശ്രേണീകരണത്തിനും തരംതിരിക്കലിനും ഉള്ള കഴിവ് നേടുന്ന ഘട്ടം ഇന്ദ്രിയ ചാലഘട്ടം, പ്രാഗ് മനോവ്യാപാര ഘട്ടം, മൂർത്ത മനോവ്യാപാര ഘട്ടം, ഔപചാരിക മനോവ്യാപാര ഘട്ടം. ഏതാത്? മൂർത്ത മനോവ്യാപാര ഘട്ടത്തിലാണ്. നമ്മൾ കണ്ടു, ചോദ്യമായിരുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം നോക്കിയോ. 4 പന്തുകളും 3 പന്തുകളും ചേർത്ത് വെച്ച് 7 പന്തുകൾ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന പ്രവർത്തനം 5ാം ക്ലാസ്സിൽ നടത്താൻ അധ്യാപകൻ അവസരം നൽകി. തുടർന്ന് അധ്യാപകൻ 4+3 = 7 എന്ന് ബോർഡിൽ എഴുതി കാണിച്ചു. ഇത് നിരീക്ഷിച്ച സാഗർ ഉടൻ പ്രതികരിച്ചു. എങ്കിൽ 7 - 3 എന്ന് പറയുന്നത് 4 ആയിരിക്കില്ലേ? പിയാഷെയുടെ വൈജ്ഞാനിക വികാസ ഘട്ടത്തിൽ ഏതിലാണ് സാഗർ ഉള്ളത്? സാഗർ ഏത് ഘട്ടത്തിലായിരിക്കും? പ്രീവിയസ് ഇയർ കേറ്ററ്റിന്റെ ചോദ്യ. ഇന്ദ്രിയ ചാലഘട്ടം, പ്രാക് മനോവ്യാപാര ഘട്ടം, മൂർത്ത മനോവ്യാപാര ഘട്ടം, ഔപചാരിക മനോവ്യാപാര ഘട്ടം. ഇംഗ്ലീഷ് ടൈംസും നിങ്ങൾക്ക് പഠിച്ചു വെക്കാം, മലയാളം ടൈംസും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. LP-UP എക്സാമുകളിലേക്കൊക്കെ വരുമ്പോൾ അവിടെ മലയാളം തന്നെ നമുക്ക് ആവശ്യമായിട്ട് വരും ഭാവിയിൽ. അവിടെ മൂർത്ത മനോവ്യാപാര ഘട്ടമാണ് അല്ലേ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട സ്റ്റേജ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഏതാണ്? റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്ന പ്രത്യേകതയാണ് സാധ്യമാകുന്നത് ഏത് ഘട്ടത്തിലാണ് ചോദ്യം ചോദിക്കും.
അപ്പോൾ ഇവിടെ തന്നെ ഒരു 5 ചോദ്യത്തിന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, വിശദമായിട്ട് സ്റ്റേജസ് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ എത്രത്തോളം ഈ കാര്യങ്ങൾ മനസ്സിലായി, പിയാഷയുടെ കാര്യങ്ങളൊന്നും തീർന്നിട്ടൊന്നുമില്ല കേട്ടോ. ആ മേഖലകളെ സജീവമായിട്ട് അറിയണം. പിയാഷെ ഇല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കേട്ടിട്ട് കാണാൻ പറ്റില്ല. സോ എല്ലാ കാറ്റഗറിയിലും അത് ആവശ്യമാണ്. നിങ്ങൾ ആ ലിങ്കിൽ കയറി, നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഒക്കെ ഉള്ള ലിങ്കിൽ കയറിയിട്ട് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കാര്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ള പ്രാക്ടീസ് ആവും. അത് നിങ്ങൾക്ക് പരീക്ഷാകാലത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് സഹായകമാവുകയും ചെയ്യും. അപ്പോൾ ഇത് യൂസ്ഫുൾ ആയി എന്ന പ്രതീക്ഷയോടുകൂടി വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. KPL അടിപൊളിയായിട്ട് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് കേറ്ററ്റിന്റെ മറികടക്കുന്നതിന്, നിങ്ങൾക്ക് ഈ തവണ വിജയിക്കുന്നതിന് അത് സഹായകമായിരിക്കും. എൻട്രി സജീവമായിട്ട് എല്ലാ ക്ലാസ്സുകളും ഉണ്ട്. എല്ലാത്തിനെയും സമഗ്രമായിട്ടുള്ള ഡിസ്കഷൻ കാര്യങ്ങളും എല്ലാ ടോപ്പിക്കുകളും നമുക്ക് കൃത്യമായിട്ടുള്ള ഡേയ്സിൽ തീർന്നു തരുന്ന രീതിയിൽ സ്ട്രക്ചർഡ് ആയിട്ടുള്ള പ്ലാനുകൾ യോദ്ധാ ബാച്ചിന്റെ ഭാഗമായിട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.